സാധനങ്ങൾ എന്തൊക്കെയാണ്? അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു തേങ്ങ മുഴുവനായിട്ട് ചിരണ്ടി എടുത്തിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് വലിയൊരു തേങ്ങ എടുത്തേക്കുന്നത്. പിന്നെ 1.5 കപ്പ് പഞ്ചസാര വേണം, നെയ്യ് വേണം, പിന്നെ ഏലക്കായ. ഞാനിവിടെ ഒരു 12 ഏലക്കായ എടുത്തിട്ട് ഈ ഏലക്കായ ഒന്ന് പൊടിച്ചെടുക്കണം. പിന്നെ 2 ടേബിൾ സ്പൂൺ കാഷ്നട്ട്, 1 ടേബിൾ സ്പൂൺ പിസ്താഷ്യൂ. അപ്പൊ നമുക്ക് നോക്കാം ഇതേനെ കോക്കനട്ട് ബർഫി ആക്കാന്ന്. ഈ കോക്കനട്ട് ബർഫി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ചിരണ്ടി വെച്ചേക്കുന്ന തേങ്ങയിൽ നിന്ന് ഒരു 3 പിടി തേങ്ങയും 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കുക. അങ്ങനെ നമ്മൾ കോക്കനട്ട് ബർഫി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ തേങ്ങാപ്പാലിൽ കിടന്നിട്ട് ആ ബാക്കിയുള്ള തേങ്ങയും എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ നന്നായിട്ട് വരട്ടിയെടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അതിന് വേണ്ടിയിട്ട് ഈ ജാറിലേക്ക് ഒരു 3 പിടി തേങ്ങ ചേർക്കാം. ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ചേർക്കാം. ഇതൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് കോക്കനട്ട് ബർഫി ആക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കുക. ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കുക. ഈ ചൂടായ നെയ്യിലേക്ക് കാഷ്നട്ട് ഇട്ടിട്ടൊന്ന് വറക്കുക. ഇപ്പം കാഷ്നട്ട് കളർ മാറി തുടങ്ങിയിട്ടുണ്ട്, നല്ല ബ്രൗൺ കളറാവുണ്ട്. ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന തേങ്ങയുടെ പേസ്റ്റ് ചേർക്കാം. സാധാരണ കോക്കനട്ട് ബർഫി ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ ഇങ്ങനെ പേസ്റ്റ് ചേർക്കാം. ഇതിലേക്ക് നമുക്ക് കോക്കനട്ടിൻ്റെ പേസ്റ്റ് ചേർക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാം. നമുക്ക് തീ നന്നായിട്ട് കൂട്ടി വയ്ക്കാം. ഇതിലേക്ക് ബാക്കിയുള്ള തേങ്ങ ചേർക്കാം. ഏലക്കായുടെ പൊടി ചേർക്കാം. നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. ഇനി ഇതിങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം. ഇപ്പോൾ പഞ്ചസാരയ്ക്ക് നന്നായിട്ട് മെൽറ്റായിട്ട് ഇതിനെ കുറച്ച് നേരം ഇങ്ങനെ ഇളക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് നല്ല ഡ്രൈ ആയിട്ട് വരും. ഇത് നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത് ചൂടോട് കൂടിയിട്ട് തന്നെ വേറൊരു പാത്രത്തിലേക്ക് പകർത്താം. ഈ പാത്രത്തിൻ്റെ ഉള്ളിൽ ഞാൻ നെയ്യ് തടവിയിട്ട് ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. ഒന്നല്ലെങ്കിൽ നെയ്യ് മാത്രം തടവിയാൽ മതി. ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് പിസ്തയും കാഷ്നട്ടും കൂടി ഇട്ടിട്ട് ഇതൊന്ന് ഗാർണിഷ് ചെയ്യുക. ഇത് തണുത്ത് കഴിയുമ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതൊക്കെ ഇതുമ്പോൾ നന്നായിട്ടിങ്ങനെ പിടിച്ചിരിക്കും. ഇത് സ്പൂൺ വെച്ചിട്ട് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കോക്കനട്ട് ബർഫി റെഡി ആയിട്ടുണ്ട്. ഇത് സെറ്റാകാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കണം. ഇത് നന്നായിട്ട് തണുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം.